പുതിയ വിവാദങ്ങളൊക്കെ ഇങ്ങനെ വരും, കുറേ വന്ന് ഇഞ്ഞും വരും. കുറേ ഇപ്പോൾ പറയും ഒരുപാട് പുതിയ വിവാദങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും പുതിയൊരു വിവാദം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. എന്താ പറയുക, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കൂടി ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ ചെന്നു. അപ്പോൾ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ലോണം പകുതി കെട്ടാണ്ട് പോകരുത് കേട്ടോ, മനസ്സിലായി. ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. അപ്പോൾ നല്ല സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ പെണ്ണ് ഇവരെ കണ്ടപ്പോൾ പറഞ്ഞു, ഒരു ആട്ടിടയന്റെ കൂടെ, ഒരാടിനെ നോക്കുന്ന ആട്ടിടയന്റെ കൂടെ ശയ്യ പങ്കിടാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. കാരണം നബി തങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു, ഒരു ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കൊടുത്തിങ്ങാണ്ട് പറഞ്ഞാൽ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, പടച്ചോനെ എന്തോ സംഭവിച്ചോന്നാവോ, എന്താ ഉണ്ടായിന്നാവോ എന്ന് തോന്നുന്നുവെങ്കിൽ ഇമല്ല. ഇന്റെ നബിൻ്റെ ഇരുന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഈമാൻ റെഡിയാണ്. മറുപടി പിന്നെയാണ്, മറുപടി ഒന്നല്ല. 1000 ചോദ്യമോ അതിൻ്റെ ഉത്തരം മൊത്തം പഠിഞ്ഞാണ്ട് വിശ്വാസം ഉണ്ടാവുമെന്നും ഉണ്ടാവില്ല. 1001ാമത്തെ ചോദ്യം വന്നാൽ എന്താട്ട? 10,000 ചോദ്യങ്ങളും അവരുടെ മറുപടിയും പഠിച്ച് ഇസ്ലാമിലേക്ക് വരലൊന്നും ഉണ്ടാവില്ല. പഠിക്കണതിന് കുഴപ്പമൊന്നുമില്ല, പഠിക്കണം, പറയൊക്കെ വേണം. ഇന്റെ നബിൻ്റെ അടുത്ത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഈമാൻ കറക്റ്റാണ്. ഇതെന്റെ സംഗതി. മറുപടി രണ്ടാമത്തെ കാര്യമാണ്. മറുപടി നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് മറുപടിയും കൂടിയും പറയാന്നുള്ളതേ ഉള്ളൂ. മറുപടി ആവശ്യമില്ല ഈമാൻ ശരിയാകാനേ. ഹലോ മനുഷ്യന്മാരെ, ഹലോ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടല്ലോ അല്ലേ? ഇതൊക്കെ നിങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആകെ ഞാനും നിങ്ങളും പെട്ടുട്ടോ. മുഴുവൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളും ഞാനും പെട്ടുപോകും. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം. മറുപടി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാന്നേ ഉള്ളൂ. മറുപടി ഇല്ലെങ്കിലും ഈമാനൊന്നും പറയാൻ പറ്റാൻ പാടില്ല. നമ്മളെല്ലാ കാര്യത്തിനും മറുപടി കിട്ടിയിട്ട് വിശ്വസിച്ചൊന്നല്ല. നമുക്കും ചിലപ്പോൾ അങ്ങനെ തോന്നും, എന്തപ്പം ഞാൻ മറുപടി അതും കൂടിയും കിട്ടിയിട്ടുമാണ് ഈമാൻ ശരിയാക്കാനാണ്. അങ്ങനെ മറുപടിക്ക് കാത്തുന്നാൽ ഈമാൻ എടുക്കത്തൂല. മറുപടി നമുക്ക് ആർക്കത്തിന് പഠിക്കാം. അത് ഇന്ന് തന്നെ വേണമെന്നൊന്നുമില്ല, അടുത്ത വരവിന് പറഞ്ഞാലും മതി. അങ്ങനെ ആവണം, അപ്പോഴാണ് ഈമാൻ കറക്റ്റ്. പക്ഷെ ഞാൻ തന്നെ പറഞ്ഞു പോവുകയാണ്. അതെന്താ സംഭവിച്ചാൽ, ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. അപ്പോൾ ഒരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ നബി തങ്ങൾ കല്യാണം കഴിച്ചൊരു ഭാര്യയായിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് നബി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് പറയുന്ന പാഠത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ആ കല്യാണത്തിന് ഒരു രഹസ്യം ഉണ്ടായിരുന്നു. അതായത് ഈ പെണ്ണിന്റെ വാപ്പ നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അന്നെ ഞാൻ മദീനത്തെ രാജാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കൊടുത്തതാണ്. ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ച് ആദ്യമായിട്ട് നബി തങ്ങൾ തൻ്റെ ഭാര്യയെ കണ്ടപ്പോൾ അവർക്ക് തോന്നി ഇതൊരു ആട്ടിടയനാണ് എന്ന്. വാപ്പാക്ക് അത് രാജാവാ തോന്നിയിരുന്നു, മോൾക്ക് അതൊരു ആട്ടിടയനാണ് എന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു, ഒരാട്ടിടയൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഇദ്ധരിക്കാനുള്ള തുണിക്കുപ്പായം കൊടുത്ത് പറഞ്ഞയച്ചു എന്നാണ്. വസ്ത്രം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. ഇരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഡ്രസ്സും കൂടിയും കൊടുത്തങ്ങാണ്ട് അതുപോലെ മാതൃക കാണിച്ചുകൊണ്ട് ഒഴിവാക്കി എന്നാണ് സംഭവം. പക്ഷെ ആൾക്കാർ വളച്ചൊടിച്ചാൽ നമുക്ക് തോന്നുന്നുണ്ട് ഇതേമാതിരത്തെ കുറേ സാധനങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഇഞ്ഞും വരും, കുറേ വരും, ഇഞ്ഞും വരും. നമ്മൾ ഈമാൻ പോകാൻ പാടില്ല. അതിന് കുറേ ചോദ്യോത്തരം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. തൊട്ട് മുമ്പ് വന്ന വേറൊരു വിവാദമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാൾ കുറച്ച് കള്ളു കൊണ്ടേ കൊടുത്തു. അവൻ നബി ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഇത് മറച്ചു പിടിച്ചല്ലേ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അതേ നബിയെ, ഞാനത് ഇല കൊണ്ട് പൊത്തിപ്പിടിച്ചായിരുന്നു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. ഇത്രയും കേൾക്കുമ്പോൾ തന്നെ എവിടേക്ക് എത്തുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും അതിൻ്റെ ബാക്കി നബി തങ്ങൾ അത് വാങ്ങി കുടിച്ചു എന്ന് തന്നെയാണ്. അടച്ചോനെ റബ്ബേ പറ്റിച്ചോന്നാവോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈമാൻ എവിടേക്കും എത്തിയിട്ടില്ല എന്നാണ് ഈ പറഞ്ഞത്. ഇന്റെ നബിൻ്റെ അടുത്ത് അങ്ങനെ ഒരു അബദ്ധം പറ്റൂല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഈമാൻ. മുഹമ്മദ് നബിയിൽ താല്പര്യമില്ലാതെ ഈമാൻ നിലനിൽക്കൂല. യുക്തിവാദം, നിരീശ്വരവാദം, ലിബറലിസം, സർവമത സത്യവാദം തുടങ്ങി എല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം മുഹമ്മദ് നബിയിലെ താല്പര്യക്കുറവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. മറുപടി രണ്ടാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞ മാതിരി പറഞ്ഞ സ്ഥിതിക്ക് മറുപടി മുഴുവൻ പറയാന്നേ ഉള്ളൂ. എന്താ സംഭവം എന്നറിയോ? ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു നീര്, ഒരു പാനീയത്തെ അന്ന് ആളുകൾ കുടിക്കൽ പതിവുണ്ടായിരുന്നു. ഈത്തപ്പഴത്തിൽ നിന്ന് എടുക്കും, മുന്തിരിയിൽ നിന്ന് എടുക്കും. അത് പുളിപ്പിച്ച് കേടുവരുത്തിയതിന് ശേഷം കള്ളാക്കി രൂപാന്തരപ്പെടുത്തും. ഈത്തപ്പഴത്തിൽ നിന്നെടുത്ത ആ പാനീയത്തിന് അന്ന് ഉപയോഗിച്ചിരുന്ന പേര് യൂറോപ്യന്മാർ ഒരു മദ്യ ഫാക്ടറി കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കള്ളിന് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത് നെറ്റിലടിച്ചാൽ ഒരു കള്ളിൻ്റെ പേരായിട്ടാണ് കിട്ടുക. അങ്ങനെ പല പരിപാടി നമ്മളെടുത്തിട്ടുണ്ടല്ലോ. നമ്മളെപ്പോഴും ദ്വാരക്കല്ല, പടച്ചോനെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണമേ, ആമീൻ പറയും. അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണമേ, ആമീൻ. ഫിർദൗസ്, ഫിർദൗസ് എന്നതിൻ്റെ മലയാളമാണ് പറുദീസ. പറുദീസ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഇംഗ്ലീഷാണ് പാരഡൈസ് എന്നത്. നമ്മൾ ആ പേര് ബാറിനാണ് ഇട്ടിട്ടുള്ളത്, കള്ള് ഷാപ്പിനാണ് പേരിട്ട് പാരഡൈസ്. ഇതേമാതിരത്തെ ഒരു പരിപാടി ചെയ്തു. അക്കാലത്ത് ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്ന ഒരു പാനീയത്തെ ആളുകൾ കുടിക്കലുണ്ട്. അതിന് പറയുന്ന പേര്, ആ പേര് എനിക്കറിയാം, ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുകയാണ്. ആ പേര് യൂറോപ്യന്മാർ വലിയൊരു മദ്യ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കള്ളിനിട്ടു. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ചെയ്താൽ ആ പേരടിച്ചാൽ ഒരു കള്ളാണ് വരിക. ഇതൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അക്കാലത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അത് ഈ ഈത്തപ്പഴത്തിലെ ഈ നീര് കള്ളാക്കി മാറ്റാൻ ചെയ്യാറുണ്ടായിരുന്നത് വെയിലത്ത് വെച്ച് ചൂടാക്കലായിരുന്നു. കള്ളിലേക്ക് മാറ്റാൻ പല പ്രോസസ്സും ഉണ്ടാവും. ഈ സാധനം അന്ന് ചെയ്തിരുന്നത് വെയിലത്ത് വെക്കും. അങ്ങനെ വെയിൽ കൊണ്ടാൽ അതിൽ നൊരയും പതയൊക്കെ വന്ന് പുളിച്ച് കേട് വന്ന് കള്ളായി മാറും. അപ്പോൾ നബി തങ്ങൾ അയാളോട് ചോദിച്ചു, ഇത് വെയിൽ കൊണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല നബിയെ, ഞാനത് ഇല കൊണ്ട് മറച്ചു പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വാങ്ങിക്കുടിച്ചു എന്നാണ്. അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു പ്രശ്നവുമില്ല. ഇതെന്തിനാ ഞാൻ പറഞ്ഞത്? നിങ്ങൾ ഈമാന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വകുല്ലു മാ അതാ ബിഹിർ റസൂലു വകുല്ലു മാ ആതാ ബിഹിർ റസൂലു ഫഹഖുഹു തസ്ലീമു വൽ ഖബൂലു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വസിക്കുക എന്നതാണ് ഈമാന്റെ അടിസ്ഥാനം. ഖളാ ഖദ്റു തന്നെയാണ്. ഞമ്മക്കത് മനസ്സിലാവണം എന്നൊരു നിർബന്ധമില്ല, മുഹമ്മദ് നബിക്ക് മനസ്സിലായാൽ മതി. ഹൗദുൽ കൗസറും അങ്ങനെ തന്നെയാണ്. ഞമ്മക്ക് മനസ്സിലാവണം എന്നൊരു നിർബന്ധമില്ല, മുഹമ്മദ് നബിക്ക് മനസ്സിലായാൽ മതി. സിറാത്ത് പാലും അങ്ങനെ തന്നെയാണ്. മീസാൻ എന്ന തുലാസും അങ്ങനെ തന്നെയാണ്. നമുക്കത് മനസ്സിലാവണം എന്നൊരു നിർബന്ധവുമില്ല, മുഹമ്മദ് നബിക്ക് മനസ്സിലായാൽ മതി. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മനസ്സിലാകേണ്ടത് ഒരാൾക്കാണ്. നമുക്ക് മനസ്സിലാകേണ്ടത് മുഹമ്മദ് നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ധാരാളം തെളിവുകൾ ഉണ്ടേനും, ഒരുപാട് തെളിവുണ്ട്. നമ്മുടെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത്, നമ്മുടെ ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് എന്താ ശബ്ദം ഉണ്ടാക്കണേ? അതുകൊണ്ട് ഓഫാക്കിയാൽ മതി. അതുകൊണ്ട് ഓഫായിക്കളി, നല്ല രസം ഉണ്ടാവും. അയ്യോ, ഒരു മഴ പെയ്തി പറഞ്ഞായിട്ടുണ്ട്. ഞാനേതായാലും ചൂടെടുത്തിരിക്കുകയുള്ള സ്റ്റേജ് മുള്ളവരൊക്കെ അനുഭവിക്കട്ടെ. ആയിക്കോട്ടെ, എല്ലാവരും ചൊല്ലി. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അന്ത മുൻജീന ഗദൻ മിൻ ശഫാഅതിക സഫാ
മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ശരിക്കും നമ്മൾ പരിശോധിച്ചാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു സംഗതിയും തന്നിട്ടില്ല. നിസ്കാരം അല്ലാഹു തആല നമുക്ക് തന്നതല്ല, മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നതാണ്. ഖുർആൻ അല്ലാഹു നമുക്ക് തന്നതല്ല. ഖുർആനാണ് എന്നതിൻ്റെ തെളിവ് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനാണെന്നുള്ളതിന് എന്താ തെളിവ്? മുഹമ്മദ് നബിയാണ് തെളിവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഖുർആൻ നമുക്ക് തന്നിട്ടില്ല എന്ന് ഖുർആനിൽ തന്നെ ഉണ്ട്. വെള്ളിയാഴ്ച ഓതുന്ന അൽക്കഫിലുണ്ട്. എന്തിനാ വെള്ളിയാഴ്ച ഓതുന്നതെന്ന് പറഞ്ഞത്? അത് ഓതേണ്ടതാണല്ലോ എന്ന് ഓർമ്മ വരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്, അല്ലാതൊന്നുമില്ല. ചിലപ്പം പറയുന്ന ഇടയിൽ കൂടെ അങ്ങനെയൊക്കെയാണ് പറയുമ്പോൾ ഓർമ്മ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഓതിയില്ലല്ലോ എന്നുകൊണ്ട് ഓർമ്മ വരാൻ വേണ്ടി പറഞ്ഞത് തന്നെയാണ്. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവനിക്ക് നൂർ ആയിരിക്കുമെന്ന് ഹദീസിലുണ്ട്. നൂർ എന്നത് പ്രകാശം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈമാന്റെ സിമ്പലാണ്. നൂറ് എന്ന് പറഞ്ഞത് ഈമാന്റെ സിമ്പലാണ്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നാ കൗകബുൻ ദുരിയ്യുൻ യൂഖദു മിൻ ശജറത്തിൻ സൈതൂനത്തിൻ മുബാറകത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. നൂർ ഈമാന്റെ സിമ്പലാണ്, പ്രകാശം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്.